ശ്രേഷ്ഠ ഭാരതം മഹാഭാരതം. ഓം അമൃതേശ്വരേ നമഃ. കണിക്കുന്ന പൂവിൻ്റെ കഥ കാർഷിക സംസ്കാരത്തിൻ്റെ സ്മരണ ഉണർത്തുന്ന ഉത്സവമാണ് നമുക്ക് വിഷു. മേടമാസം 1-ാം തീയതി നിറപറയും നിലവിളക്കും കണിക്കുന്നയും കണിവെള്ളരിയും മറ്റനേകം ഫലമൂലാദികളും പൂജാമുറിയിൽ നമ്മൾ കണ്ണാടിയും ഒക്കെ പൂജാമുറിയിൽ നമ്മൾ അലങ്കരിച്ച് വയ്ക്കും. ഇവയുടെ നടുവിലോ കണ്ണൻ്റെ വിഗ്രഹവും, കണ്ണൻ്റെ മനോഹരമായൊരു വിഗ്രഹവും എല്ലാം ചേർന്ന വിഷുക്കണി. ഇതിൽ കണിക്കുന്ന പൂ വിരണേന് പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. അതാണ് ഉണ്ണി പറയാൻ പോണത്. ഒരു ദരിദ്ര കുടുംബത്തിൻ്റെ കഥയാണത്. അഷ്ടയ്ക്ക് വകയില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ പാവം ഒരു ഉണ്ണി അവൻ്റെ അമ്മയോടൊപ്പം ദിവസവും കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകും. അടുത്താണ് അമ്പലം, പ്രാർത്ഥിക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം സന്ധ്യയ്ക്ക് നാമജപങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ണി ഓടി കണ്ണൻ്റെ അടുത്ത് എത്തി. അങ്ങനെ കണ്ണനോട് പറയാൻ തുടങ്ങി. കണ്ണാ, ഇന്നും നീ ഒന്നും തന്നില്ലല്ലോ, വിശന്നിട്ട് വയ്യ കണ്ണാ. അച്ഛന് പണിയില്ലാത്തതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ പട്ടണം എടുക്കേണ്ടി വരണത്. ഉണ്ണി കണ്ണടച്ച് നാമം ജപിച്ച് സമയം പോയതറിഞ്ഞില്ല. എല്ലാവരും തൊഴുതു മടങ്ങിയിരിക്കണം. അപ്പോൾ ഉണ്ണിയുടെ പിന്നിൽ നിന്നൊരു മുരളീനാദം. അപ്പോൾ ഉണ്ണി തിരിഞ്ഞു നോക്കി. കണ്ണനോ? ഉണ്ണിക്കണ്ണനാണോ? നീ എന്നെ വിളി കേട്ടു കണ്ണാ? കണ്ണനൊന്ന് പുഞ്ചിരിച്ചു. തൻ്റെ അരയിൽ കിടക്കണ അരഞ്ഞാണം ഊരി ഉണ്ണിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ഉണ്ണി, ഇനി നീ വിഷമിക്കണ്ടാട്ടോ. അരഞ്ഞാണം ഉണ്ണിയുടെ കയ്യിൽ കിട്ടിയതും ഉണ്ണി സന്തോഷത്തോടുകൂടി അമ്മയുടെ കയ്യിൽ അരഞ്ഞാണം വെച്ചു കൊടുത്തു. അമ്മേ, കണ്ണൻ തന്നതാ. ഇത് കണ്ടതും അമ്മയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നില്ലേ? ഉണ്ണി, എവിടെ നിന്ന് മോഷ്ടിച്ചു നീ ഇത് സ്വർണ്ണാണല്ലോ, ഇന്ന് തന്നെ എന്നെ ശരിയാക്ക. അല്ല അമ്മേ, കണ്ണൻ എനിക്ക് തന്നതാ. കണ്ണൻ എൻ്റെ മുൻപിൽ വന്ന് തന്നതാ. എത്ര പറഞ്ഞിട്ടും അമ്മ വിശ്വസിച്ചതേയില്ല. അവസാനം അമ്മ എന്താ ചെയ്തറിയോ? അരഞ്ഞാളം വീശി ഒരൊറ്റേറ് മുറ്റത്തിനരികിൽ നിൽക്കണ കുന്നമരത്തിലാ അരഞ്ഞാണം ചെന്ന് വീണത്. അത്ഭുതം ഉണ്ടായതേ, കുന്നമരത്തിൽ അങ്ങടെ പൂക്കൾ നിറയെ മഞ്ഞപ്പൂക്കള്. അരഞ്ഞാണത്തിന്റെ മുത്തുപോലല്ലേ കുന്നപ്പൂക്കള്? അതെ, അരഞ്ഞാണത്തിന്റെ അതേ ആകൃതിയില് ഈ ഉണ്ണിയും കണ്ണനെയും ഓർക്കാനായിരിക്കും എന്നും വിഷുക്കണിയിൽ കൊന്നപ്പൂവ് നിറഞ്ഞു നിൽക്കണത്. അമ്പോട്ടിയമ്മ വിഷുദിനത്തിൽ പറയാറുണ്ട്, പകലും രാത്രിയും തുല്യമായി വരുന്ന ദിനമാണ് വിഷു. അതില് പറയണ തത്വം എന്താ അറിയോ? ജന്മത്തില് സുഖത്തെയും ദുഃഖത്തെയും സമഭാവത്തില്, അതായത് തുല്യഭാവത്തില് നമുക്ക് കാണാൻ സാധിക്കണം. സുഖം വന്നാൽ ആകാശത്തോളം ചാടവും വേണ്ട, ദുഃഖം വന്നാൽ കപ്പലോളം മുങ്ങും വേണ്ട. ഈശ്വര ചിന്തയ്ക്കും ആത്മീയ പുരോഗതിക്കും ജീവിതത്തിൽ പ്രാധാന്യം വന്നാൽ നമ്മളിൽ ആനന്ദം വന്നു നിറയും. എല്ലാവർക്കും ആനന്ദം നിറയാൻ ഉണ്ണി അമ്പോട്ടിയമ്മോട് പ്രാർത്ഥിക്കുന്നു. ഓം അമൃതേശ്വരേ നമഃ.